ഹായ് ഹലോ അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞ് അമ്മയും അനിയനും ഇവിടുന്ന് പോയി. ഇനിയിപ്പോൾ ഞാനും അച്ഛമ്മയും മാത്രമേ ഉള്ളൂ. രാവിലത്തെ പണികളൊക്കെ അത്യാവശ്യം തീർത്തിട്ടാണ് അമ്മ പോയത്. ഞാനും സഹായിച്ച്. അങ്ങനെ അവർ പോയപ്പം ഞാനും സ്കൂട്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി മിന്നുവിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പേരാവെന്ന് വെച്ചാൽ ഇവിടുത്തെ അടുത്ത ടൗണിൽ എങ്ങാനും ഒന്ന് പോവാം, ഏതെങ്കിലും ഒരു കഫേയിൽ കയറി ഇരിക്കാം, എന്തെങ്കിലുമൊക്കെ വാങ്ങാം, അങ്ങനെയൊക്കെ ഇറങ്ങിയതാണ്. നേരെ ഞങ്ങൾ എപ്പോഴും പോകാറുള്ള ഒരു കഫേയിലോട്ട് പോയിട്ട് 2 കേക്കും ഒരു ബ്രൗണി, ഒരു കേക്ക്, പിന്നെ ഒരു ഷേക്ക് എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞിരുന്നു. നമ്മൾ എല്ലാ ദിവസവും കാണുകയും മിണ്ടുകയും ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് എപ്പോഴും സംസാരിക്കാൻ ഒരുപാടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു നല്ല വേറൊരു ഫീലാണ്. അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അവൾക്ക്. അതൊക്കെ കഴിഞ്ഞ് നേരെ അച്ഛമ്മയുടെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ അവൾക്ക് സാരി ഉടുത്ത് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. ഞാനാണ് എടുത്തു കൊടുക്കുന്നത്. എനിക്കങ്ങനെ കാര്യമായിട്ട് എടുക്കാനൊന്നും അറിയത്തില്ല. ഞാൻ ആരുടെയൊക്കെ ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ അതൊന്നും ആർക്കും ഇഷ്ടപ്പെടാറുമില്ല. എനിക്ക് ഉള്ള ഒരു ഇതൊന്നും ഇല്ല. എന്നാലും ഞാൻ എടുത്തു കൊടുത്തു അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞാനും അവളും കൂടെ അച്ഛമ്മേനെ കൊണ്ട് സാരിയൊക്കെ ഉടുപ്പിച്ച് അച്ഛമ്മേൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കണം. കാരണം ഇവൾ വല്ലപ്പോഴും നാട്ടിൽ വരുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്നൊരവസരത്തിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യമായിട്ട് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛമ്മയും ഒരുങ്ങി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. മിന്നു ഉടുത്തേക്കുന്ന അച്ഛമ്മയുടെ സാരിയും അച്ഛമ്മ ഉടുത്തേക്കുന്നത് മിന്നു അച്ഛമ്മയ്ക്ക് ഓണക്കോടിയായിട്ട് കൊടുത്ത സാരിയുമാണ് ഉടുത്തേക്കുന്നത്. ബ്ലൗസൊക്കെ സെപ്പറേറ്റ് ആണ്, മാച്ചിങ് ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ.